നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഏറ്റവും പുതിയ ഓഫറിംഗ് ആയിട്ടുള്ള ഷോട്ട് ഗൺ 650 ആണ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇന്ത്യയിൽ തന്നെ ആകെ 25 നമ്പേഴ്സ് മാത്രമുള്ള വാഹനമാണ്. അതിൽ ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷോട്ട് ഗൺ 650 എന്ന് പറഞ്ഞ ഈ വാഹനം എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളതൊരു കസ്റ്റം മോട്ടോർ സൈക്കിൾസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഏതൊക്കെ മോഡൽസിലാണ് ഇവർക്ക് ഒരു കണ്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ കോണ്ടിനെൻ്റൽ GT, രണ്ട് ഇതിൻ്റെ തന്നെ തൊട്ടും പിൻഗാമിയായിട്ടുള്ള സൂപ്പർ മീറ്റിയോറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ പറയുന്ന ഷോട്ട് ഗൺ 650 എന്ന് പറയുന്നത്. ഈ ഷോട്ട് ഗൺ 650ൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു റോഡ്സ്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ റോഡ്സ്റ്റർ ആണ്. ഇതൊരു ബോബർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോബറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ബട്ട് ഇതൊരു ബോബർ അല്ല. അപ്പോൾ ഇത് മോട്ടോവേഴ്സിലാണ് കഴിഞ്ഞ കൊല്ലം മിസ്റ്റർ സിദ്ധാർത്ഥ് ലാൽ, CEO ഓഫ് റോയൽ എൻഫീൽഡ്, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞത് ദിസ് ഈസ് ആക്ച്വലി എ ബാസ്റ്റഡ് ചൈൽഡ് എന്നാണ്. അതായത് തെണ്ടി ചെക്കൻ എന്നാണ് ആളന്ന് ഇതിനെ അഭിസംബോധന ചെയ്തത്. പക്ഷെ തെണ്ടി പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി എന്നല്ല, ബട്ട് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റഗഡ് and stylish and a machine that you will fall in love when you start riding it. ഇത് സൂപ്പർ മീറ്റിയോറിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് വേർഷനാണ്, ഒരു ചോപ്ഡ് ഓഫ് വേർഷനാണ്. അതായത് നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞ് അതിന് നമ്മൾ എന്താ ചെയ്യുക, കുറേ മോഡിഫിക്കേഷൻസ് വരുത്തും. അത് കമ്പനി തന്നെ മോഡിഫൈ ചെയ്തിട്ട് തന്നിട്ടുള്ളൊരു വേർഷനാണ് ഈ കാണുന്ന ഷോട്ട് ഗൺ 650. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. പോവല്ലേ, നമുക്കിനി ഷോട്ട് ഗൺ 650യുടെ സ്പെക്കിലോട്ട് കിടക്കാം. ഇതൊരു 648cc ഇൻലൈൻ ട്വിൻ സിലിണ്ടർ SOHC എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് ഷോട്ട് ഗൺ 650ക്കും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 9.5:1 ആണ്. ഇതിൻ്റെ ബോറും സ്ട്രോക്ക് എന്ന് പറയുന്നത് 76 mm ആണ് ബോർ വരുന്നത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് 67.8 ആണ് ഇതിൻ്റെ സ്ട്രോക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ പവർ ഫിഗേഴ്സിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ BHP എന്ന് പറയുന്നത് 47 BHP 7250 RPM-ത്തിലും 52.3 Nm ടോർക്ക് നമുക്ക് 5650 RPM-ത്തിലാണ് ഈ വാഹനത്തിന് ലഭിക്കുന്നത്. ഇതിൻ്റെ ഐഡിൽ RPM എന്ന് പറയുമ്പോൾ 1200 ആണ് ഇതിൻ്റെ ഐഡിൽ RPM വരുന്നത്. പ്ലസ് ഓർ മൈനസ് നമുക്ക് 100 ആണ് വരിക. ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലച്ചിലേക്ക് വരുമ്പോൾ ഇതൊരു 7 പ്ലേറ്റ് ക്ലച്ചാണ്, വെറ്റ് മൾട്ടിപ്ലേറ്റ് ക്ലച്ചാണ് റോയൽ എൻഫീൽഡിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ട്രാൻസ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സ്പീഡ് കോൺസ്റ്റന്റ് മെഷാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ, എയർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ പേപ്പർ എലമെൻ്റ് ആണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത്. നമുക്കിനി ഷോട്ട് ഗൺ 650യുടെ ഷാസിനെ കുറിച്ച് സംസാരിക്കാം. സ്റ്റീൽ ട്യൂബുലാർ സ്പൈൻ ഫ്രെയിമാണ് ഇതിൻ്റെ ഷാസിയുടെ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് USD ഷോവെയർ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. സെപ്പറേറ്റ് ഫംഗ്ഷനിങ് ബിഗ് പിസ്റ്റൺ ഫോർക്കാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ ട്രാവൽ എന്ന് പറയുന്നത് 120 mm ആണ്. ഇനി നമ്മൾ റിയറിലത്തെ സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ട്വിൻ ഷോവർ സസ്പെൻഷനാണ്. 90 mm ആണ് ഇതിൻ്റെ ട്രാവൽ വരുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോണത് ഈ വാഹനത്തിൻ്റെ ടയർ സൈസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഫ്രണ്ടിലും റിയറിലും നമുക്ക് അലോയ് വീൽസ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് 100, 90, R18 എന്ന് പറഞ്ഞ സെക്ഷനാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. നേരെ നമ്മൾ പിന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് 150, 70, 17 ആണ് ബാക്കിലത്തെ സെക്ഷൻ വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ചാണ്. ഡ്യുവൽ ചാനൽ ABS ആണ് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിന് ബ്രേക്കിംഗ് ടെക്നോളജി കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് വെന്റിലേറ്റഡ് ഡിസ്ക് ആണ് കൊടുത്തിട്ടുള്ളത് 320 mm വിത്ത് ഡ്യുവൽ പിസ്റ്റൺ കാലിപ്പർ. റിയറിലേക്ക് വരുമ്പോൾ വെന്റിലേറ്റഡ് ഡിസ്ക് വെച്ചിട്ട് തന്നെയാണ്, പക്ഷെ 300 mm ആണ്. അതിനും ഡ്യുവൽ പിസ്റ്റൺ കാലിപ്പേഴ്സ് തന്നെയാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്രേക്കിംഗ് അത്രയും എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് റോയൽ എൻഫീൽഡ് 320 300 mm റിയറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ടിൽ എന്തിനാണ് 320 mm കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളോട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ഫോഴ്സ് എടുക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലത്തെ ബ്രേക്കിനാണ്. അപ്പോൾ ആ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഒന്നും കൂടി എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ 320 mm വെന്റിലേറ്റഡ് ഡിസ്ക് കൊടുത്തിട്ടുള്ളത്. ഈ വെന്റിലേറ്റഡ് ഡിസ്ക് കൊടുത്തിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, പെട്ടെന്ന് ചൂടാവാതിരിക്കാനും ഇൻ കേസ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഡിസ്പേഴ്സ് ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ഷോട്ട് ഗൺ 650യുടെ ടയർ സൈസിനെയും ബ്രേക്കിങ്ങിൻ്റെയും ABS-ൻ്റെയും ഡീറ്റെയിൽസ്. നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ സെക്ഷനിലേക്ക് ഒന്ന് കിടക്കാം. ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി എന്ന് പറയുന്നത്
12 വോൾട്ട് 12 AHൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ FPL 1.55 വാട്ടിൻ്റെ LED ഹെഡ്ലൈറ്റ്സ് ആണ്. ഇനി നമ്മൾ ടെയിൽ ലാമ്പിലേക്ക് പോകുമ്പോൾ 2.5 വാട്ടിൻ്റെ LED ടെയിൽ ലാമ്പ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു USB വരുന്നുണ്ട്. നമ്മുടെ സാധാരണ ഹാൻഡിൽ വരുന്ന പോലെയല്ല, സൂപ്പർ മീറ്റിയോറിലൊക്കെ കാണുന്ന പോലെ സൈഡ് ബോക്സിൻ്റെ സൈഡിലായിട്ടാണ് USB വരുന്നത്. അത് 2.0 ആണ് വരുന്നത് USB-യുടെ ഇത് വരുന്നത്. ടൈപ്പ് A ആണ് USB-യുടെ ഒരു ടെക്നോളജിക്കൽ ഇത് വരുന്നത്. അതിൻ്റെ ഔട്ട് വരുന്നത് 5 വാട്ട് 2 ആംപിയർ ആണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. നമ്മളിനി ഇതിൻ്റെ ടയറിൻ്റെ എത്ര പ്രഷർ വെക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിലേക്കാണ് പോണത്. അപ്പോൾ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും റിയറിലും സിംഗിൾ പില്ലിയനാണെങ്കിൽ നമുക്ക് 32 PSI വെച്ചാൽ മതി. ഇനി നിങ്ങൾ പില്യൻ റിയറിൽ ഒരു പില്യനും കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലത്തെ ടയറിൽ മാത്രം നമുക്ക് 42 PSI ആക്കണം. ഇനി ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സ്പീഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് 56 H ആണ്. H എന്ന് പറയുമ്പോൾ അപ് ടു 210 210 കിലോമീറ്റർ സ്പീഡിൽ വരെ പോകാനുള്ള കപ്പാസിറ്റിയാണ് ഈ H എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് ഉള്ളത്. ഫ്രണ്ടിലത്തെ ടയർ നമ്മുടെ 56 H ആണ് സ്പീഡ് റേറ്റിംഗ് വരുന്നത്. ഇനി ഇതിൻ്റെ ത്രെഡ് പ്ലൈസ്, അതിൻ്റെ ടയറിൻ്റെ എത്ര പ്ലൈ ആണെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 4 ത്രെഡ് പ്ലൈസ് ആണ് വരുന്നത്. സൈഡ് വാൾസും നമുക്ക് 4 ത്രെഡ് പ്ലൈസ് ആണ് വരുന്നത്. നമുക്ക് റിയറിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടയർ റേഡിയൽ ടയറാണ്. റേഡിയൽ ടയർ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ത്രെഡ് പ്ലൈസ് എന്ന് പറയുന്നത് 2 പോളിസ്റ്റർ ത്രെഡ് പ്ലൈസ് ആണ് നമുക്ക് റിയറിലത്തെ ടയറിന് വരുന്നത്. പിന്നെ ഒരു സ്റ്റീൽ പ്ലൈയും കൂടി വരും. ഇനി അതിൻ്റെ സൈഡ് വാൾസ് വരുമ്പോൾ 2 പോളിസ്റ്റർ ത്രെഡിൻ്റെ പ്ലൈസ് തന്നെയാണ് നമുക്ക് റിയറിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് 69 H ആണ്. അപ്പോൾ ഈ വാഹനത്തിന് ഒറ്റയ്ക്ക് ഇരുന്ന് പോവുകയാണെങ്കിൽ 32 PSI മതി. ഇനി പില്യനായിട്ടിരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 32 മതി, റിയറിൽ നമുക്ക് 42 ആക്കണം. സ്പീഡ് റേറ്റിംഗ് ഫ്രണ്ടിൽ 56 H പിന്നിൽ 69 H ആണ്. 210 ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് കപ്പാസിറ്റി ടയറുകളുടെ വണ്ടിയുടെ അല്ല, ടയറുകളുടെ സ്പീഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 210 km/h ആണ്. ഇനി നമ്മൾ ഷോർട്ട് ഗൺ 650യുടെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. ഇതിന് ടോട്ടൽ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.8 ആണ്, 13.8 ആണ്. ഇതിൽ റിസർവ് എന്ന് പറയുന്നത് 3.8 ആണ് ഇതിൻ്റെ റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഡെഡ് പെട്രോൾ എന്ന് പറയും, അതായത് ഇതിൽ മിനിമം വേണ്ട പെട്രോൾ എന്ന് പറയുന്നത് 1.7 ലിറ്റേഴ്സ് ആണ്. അതുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു വണ്ടിയുടെ ഒരു കംഫർട്ട് കിട്ടുള്ളൂ. അപ്പോൾ 13.8 ആണ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. നമ്മളിനി ഷോർട്ട് ഗൺ 650യിൽ എൻജിൻ ഓയിലിൻ്റെ കപ്പാസിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പോണേ. ഡ്രൈ ആയിട്ടുള്ള എൻജിനിൽ നമുക്ക് വേണ്ട ഓയിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.9 ലിറ്റർ ആണ്, അതായത് 3.9 ലിറ്റർ ആണ്. ഇനി അത് തന്നെ നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഒഴിക്കുമ്പോൾ 3.1 ലിറ്റേഴ്സ് മാത്രമാണ് നമുക്ക് വേണ്ടതുള്ളൂ. അതായത് 3.1 ലിറ്റർ, 1 ലിറ്റർ ആണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൻ്റെ ഓയിലിൻ്റെ ഗ്രേഡാണ്. ഇതിൻ്റെ ഓയിലിൻ്റെ ഗ്രേഡ് എന്ന് പറയുമ്പോൾ 10W50 ആണ് ഇതിൻ്റെ ഓയിലിൻ്റെ ഗ്രേഡ് വരുന്നത്. അതും ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് നമുക്ക് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിന് പ്രിഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഷോവേര സസ്പെൻഷൻ്റെ ഓയിലിനെ കുറിച്ച് സംസാരിക്കാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെപ്പറേറ്റ് ഫങ്ഷനിങ് ഫോക്സ് ആണ് ഷോവേര റോയൽ എൻഫീൽഡ് ഷോർട്ട് ഗണ്ണും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓയിലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 583 ml ആണ്. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ അത് 578 ml ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓയിലിനെയും ബാക്കിയുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ 3.9 ലിറ്റേഴ്സ് ആണ് ഡ്രൈ ആയിട്ട് വരിക. പക്ഷേ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് 3.1 ലിറ്ററേ വരുള്ളൂ. സെപ്പറേറ്റ് ഫങ്ഷനിങ് ഫോക്സ് ആയതുകൊണ്ട് മാത്രമാണ് 2 സൈഡിലും 2 ക്വാണ്ടിറ്റിയിലുള്ള ഓയിലിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഇൻഡെപ്തിലേക്കാണ്. നമ്മൾ ഇതിൻ്റെ ചെയിൻ പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് വാഹനം ആ ഒരു പ്ലേ കൊടുത്താൽ മാത്രമാണ് കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റൈഡിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലേ കൊടുക്കേണ്ടത് 20 mm to 30 mm ആണ്. അപ്പോൾ ആ ഒരു പ്ലേ കൊടുത്താലാണ് നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ വണ്ടി തന്നെ പെർഫോം ചെയ്യുള്ളൂ. അത് ഓവർ ടൈറ്റ് ചെയ്താലും ഓവർ ലൂസ് ചെയ്താലും നിങ്ങളുടെ വണ്ടിയുടെ ഹെൽത്തിനും നിങ്ങളുടെ റൈഡിൻ്റെ ക്വാളിറ്റീനും അത് സാരമായിട്ട് ബാധിക്കും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്ലച്ച് പ്ലേ ആണ്. ക്ലച്ച് പ്ലേ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്ലേ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് വോൺ ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ക്ലച്ച് തേയുക എന്ന് പറയില്ലേ, ക്ലച്ച് അടിച്ചു പോവുക എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ക്ലച്ച് പ്ലേ നോക്കുമ്പോൾ നമുക്ക് വരേണ്ടത് 9 mm to
12 mm ആണ് ലെഫ്റ്റിലേക്ക് ചേർത്ത് പിടിച്ച് നോക്കുമ്പോൾ. ഇനി നമ്മൾ അത് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 mm to 20 mm ആണ് നമ്മുടെ ക്ലച്ച് പ്ലേ വരേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രേക്ക് പ്ലേനെ കുറിച്ചിട്ടാണ്. നമ്മുടെ വണ്ടിയുടെ റിയർ ബ്രേക്കിന് മാത്രമാണ് പ്ലേ കൊടുക്കേണ്ടത്. അത് 0 mm to 4 mm ആണ് ബ്രേക്ക് പ്ലേ കൊടുക്കേണ്ടത്. ഫ്രണ്ടിലത്തെ ബ്രേക്കിന് നമുക്ക് പ്ലേ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ഷോട്ട് ഗണ്ണിൻ്റെ ഡയമെൻഷൻസിനെ കുറിച്ചാണ്. ഈ വണ്ടിയുടെ ടോട്ടൽ ലെങ്ത്, ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 2170 mm ആണ്. ഇനി ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 1465 mm ആണ് വരുന്നത്. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 820 mm ഉം ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 1105 mm ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 795 ആണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 140 ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടോട്ടൽ ഓവറോൾ വെയിറ്റ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ 240 kg ആണ് ഇതിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത്. ഇതിൽ ടോട്ടലായിട്ട് ഇരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി എത്രയാണെന്ന് വെച്ചാൽ 428 kg ആണ് ഇതിൽ ടോട്ടലായിട്ട് ഇരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഡയമെൻഷൻസ് പ്ലസ് ടോട്ടൽ വെയിറ്റിൻ്റെ ഒരു ഓവറോൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഷോട്ട് ഗൺ 650 ഉപയോഗിച്ചിട്ടുള്ള ECU എന്ന് പറയുന്നത് വെറ്റിസ്കോൻ്റെ ഒരു ECU ആണ്. അത് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ECU തന്നെയാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നതാണ് നമ്മുടെ വിങ് മാൻ. വിങ് മാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിങ് മാൻ എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഓവറോൾ ഹെൽത്തും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ ഫിംഗർ ടിപ്പിലേക്ക് കിട്ടാവുന്ന രീതിയിൽ റോയൽ എൻഫീൽഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അപ്പോൾ വിങ് മാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫെസിലിറ്റി ഇപ്പോൾ വരുന്ന പുതിയ സൂപ്പർ മീറ്റിയോറിലും ഈ വരുന്ന ഷോട്ട് ഗൺസിലും ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസിൻ്റെയും ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊരു ഐ ബട്ടണിൽ നമ്മൾ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത് ഏറ്റവും പുതിയ ഷോട്ട് ഗൺ എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ ടോട്ടൽ ഇൻ ഡെപ്ത് ആയിട്ടുള്ള റിവ്യൂ ആണ്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് നിങ്ങളോട് ഏവരോടും ഞാൻ എൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന ആ നോട്ടിഫിക്കേഷൻ ബട്ടണില്ലേ, അപ്പോൾ പതുക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഷോട്ട് ഗൺ വാഹനം എടുക്കണമെന്നോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിനോ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ വരുമ്പോൾ നമുക്ക് നിങ്ങളെ വിളിച്ചറിയിച്ച് അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഫെസിലിറ്റി നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഏത് വാഹനങ്ങളും നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് 3 സ്റ്റോറുകളാണ് തൃശ്ശൂരുള്ളത്. ഒന്ന് കുരിയച്ചിറ, ഒന്ന് ഇരിഞ്ഞാലക്കുട, ഒന്ന് പാട്ടുരാക്കിൽ. അതിൻ്റെ നമ്പേഴ്സ് താഴെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ അമേസിംഗ് ആൻഡ് സ്റ്റേ ഇൻ ലവ്.